ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിക്ക് അയാൾ അറസ്റ്റിലാവുകയോ ജയിലിൽ കഴിയുകയോ ചെയ്താലും മന്ത്രിസ്ഥാനത്ത് തുടരാൻ സാധിച്ചിരുന്നു. ചില കേസുകളിൽ വിചാരണ പൂർത്തിയാക്കി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പോലും അപ്പീൽ നൽകി അധികാരത്തിൽ തുടരുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പുതിയ ഭേദഗതിയിൽ ഈ സാഹചര്യങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുന്നു. പുതിയ ബിൽ അനുസരിച്ച് പ്രധാനമന്ത്രി, കേന്ദ്ര മന്ത്രിമാർ, സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവർ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ തുടർച്ചയായി 30 ദിവസമെങ്കിലും തടവിൽ കഴിയേണ്ടി വന്നാൽ അവരുടെ സ്ഥാനം സ്വയമേധേ നഷ്ടമാകും. ഇത് ഭരണഘടനയുടെ 130-ാം ഭേദഗതി ബിൽ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നിവയിലൂടെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭരണഘടനയുടെ 75, 164 അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലും ഇത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ഒരു മന്ത്രിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരിക്കാമെങ്കിലും ജയിലിൽ പോകുന്നതോടെ അദ്ദേഹത്തിന് മന്ത്രിയായി തുടരാനുള്ള ധാർമ്മികവും നിയമപരവുമായ അവകാശം നഷ്ടപ്പെടുന്നു. ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഗുരുതരമായ ക്രിമിനൽ കുറ്റാരോപണങ്ങൾ നേരിടുകയും അറസ്റ്റിലായി കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്യുന്ന ഒരു മന്ത്രി ഭരണഘടനാപരമായി ധാർമ്മികതയും സദ്ഭരണ തത്വങ്ങൾക്കും തുരങ്കം വെച്ചേക്കാം എന്നതാണ് സർക്കാർ പറയുന്നത്. ഒരു വ്യക്തി മന്ത്രിയായിരിക്കുമ്പോൾ ജയിലിൽ പോകുന്നത് പൊതുസമൂഹത്തിൽ ഭരണ സംവിധാനത്തിന്റെ വിശ്വസ്തതയെ തകർക്കും. ഭരണഘടനയുടെ അന്തസ്സും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. രാഷ്ട്രീയത്തിൽ ക്രിമിനൽ വൽക്കരണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ നീക്കം ഏറെ പ്രസക്തമാണ്. സുപ്രീം കോടതിയുടെ പല നിരീക്ഷണങ്ങളും ഈ വിഷയത്തിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നതിനെ കുറിച്ച് കോടതി പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതൊരു നിയമമായി മാറിയിട്ടില്ല. ഈ ബിൽ ആവശ്യം ഭാഗികമായെങ്കിലും നിറവേറ്റുന്നു. ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വ്യക്തിക്ക് മന്ത്രിസഭയിൽ തുടരാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇത് നൽകുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ക്രിമിനൽ വൽക്കരണം കുറയ്ക്കാൻ സഹായിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചെങ്കിലും അവ ഉടൻ തന്നെ വിശദമായി പരിശോധിക്കാനായി പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ബില്ലിന്റെ നിയമപരമായ സാധുതയും പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും കൂടുതൽ വിശകലനം ചെയ്യാനുള്ള അവസരം നൽകും. ഈ നീക്കത്തെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ കാണുന്നു എന്നത് പ്രധാനമാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ സ്വാഗതം ചെയ്യുമോ അതോ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒളിഞ്ഞ അജണ്ടകൾ ആരോപിക്കുമോ എന്നത് ശ്രദ്ധേയമാണ്. ഭരണഘടനാപരമായ ധാർമ്മികതയുടെ പേരിൽ കൊണ്ടുവരുന്ന ഒരു ബില്ലിനെ ഒരുപക്ഷെ ആർക്കും പരസ്യമായി എതിർക്കാൻ കഴിയില്ല. പക്ഷെ 30 ദിവസത്തെ പരിധി എന്നത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്കയും ഉയർന്നുവരുന്നു. പക്ഷേ 30 ദിവസത്തെ പരിധി എന്നത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്കയും ഉയർന്നു വരുന്നുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനെ വ്യാജ കേസുകളിൽ കുടുക്കി 1 മാസം തടവിൽ പാർപ്പിച്ചാൽ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് നിയമത്തിന്റെ ദുരുപയോഗത്തിന് വഴിയൊരുക്കില്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് ബില്ലിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ വ്യക്തമായ ഉത്തരം ലഭിക്കൂ. ഈ ബില്ലുകൾ അവതരിപ്പിച്ച സമയവും ഏറെ ശ്രദ്ധേയമാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനങ്ങളാണ് ഇത്രയും നിർണായകമായ ഒരു ബിൽ സർക്കാർ അപ്രതീക്ഷിതമായി കൊണ്ടുവരുന്നത്. ബില്ലുകൾ അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി മാത്രമാണ് എംപിമാർക്ക് അതിന്റെ പകർപ്പുകൾ ലഭിച്ചത്. ഇത് ബില്ലിന്റെ ഉള്ളടക്കം വേണ്ടത്ര ചർച്ചകൾ ചെയ്യാൻ അവസരം നൽകാതെയാണ് സർക്കാർ മുന്നോട്ട് പോയതെന്ന വിമർശനം ഉയർത്താൻ സാധ്യതയുണ്ട്. ഇത്രയും സുപ്രധാനമായ ഒരു വിഷയത്തിൽ പൊതുജന അഭിപ്രായങ്ങൾ തേടാനും ബില്ലിനെ കുറിച്ച് സമഗ്രമായ ഒരു ചർച്ച നടത്താനും സമയം നൽകാത്തത് ജനാധിപത്യപരമായ നടപടിക്രമങ്ങളുടെ ലംഘനമാണോ എന്ന ചോദ്യവും ഉയരുന്നു. പാർലമെന്റ് സമിതിയുടെ പരിശോധനയിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ ഈ ബില്ലുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം കുറയ്ക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായി ഇതിനെ കാണാൻ സാധിക്കുമോ അതോ രാഷ്ട്രീയ പ്രതികാരങ്ങൾക്ക് പുതിയ വഴി തുറക്കുമോ? 30 ദിവസത്തെ തടവ് എന്ന വ്യവസ്ഥയാണ് ഇവിടെ പ്രധാനം. ഇത് താൽക്കാലികമായ തടവ് മാത്രമാണോ അതോ ശിക്ഷയായി ലഭിക്കുന്ന തടവാണോ എന്നതിലും വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഇനി ഒരു മന്ത്രിക്ക് ജയിലിൽ പോയിട്ടും അധികാരത്തിൽ തുടരാൻ സാധിക്കില്ല. ഇത് രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഒരു ഭയം സൃഷ്ടിക്കുമെന്നും നിയമപരമായി കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കാം. ഈ ബില്ലുകൾ നിയമമായി മാറുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് അത് എത്രത്തോളം സഹായമാകുമെന്ന് കാത്തിരുന്നു കാണാം.